ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. സഭയെ നയിച്ച രണ്ട് മഹാവിശുദ്ധരെ ഓർക്കുന്ന ദിവസം. ഇത് അവരെ മാത്രം ഓർക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സഭയോട് ചേർന്ന് നിന്ന, സഭയ്ക്ക് തണലേകിയ, സഭയ്ക്ക് ധൈര്യമേകിയ അനേകം ശുശ്രൂഷകരെയും അനേകം സഭാ തനയന്മാരെയും ഓർക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ സഭയോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും തിരുനാളാണ്. ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളാശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും ഈ തിരുനാൾ എങ്ങനെയാണ് മനോഹരമായി തീരുന്നത്? ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിലൊരു കണക്ഷൻ ഉണ്ട്. എന്താണ് കണക്ഷൻ എന്നറിയോ? ഇവർക്കൊരു പാസ്റ്റ് ഉണ്ട്, ഇവർക്കൊരു പ്രസൻ്റ് ഉണ്ട്, ഇവർക്കൊരു ഫ്യൂച്ചറുണ്ട്. ഇവർ രണ്ടുപേരുടെയും പാസ്റ്റിലെ പേരെന്താണ്? ഷിമിയോൻ, മറ്റേയാൾക്ക് സാവൂൾ. ഈ ഷിമിയോനായിരുന്ന കാലഘട്ടത്തിൽ അയാളൊരു എടുത്തുചാട്ടക്കാരനാണ്. പറയുന്ന പലതും മണ്ടത്തരമാണ്, മണ്ടത്തരങ്ങളിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടല്ലേ ഒരു വഴിയിൽ വെച്ച് യേശു പറഞ്ഞത്, താത്താനെ ഈ ദൂരെ പോകുന്നു. കാരണം അത്രത്തോളം മണ്ടത്തരം അയാളുടെ വായിൽ നിന്നും പ്രവൃത്തിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി മറ്റേയാളാണെങ്കിലോ, അയാൾ സാവൂളാണ്, അഹങ്കാരിയാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് തൻ്റെ അറിവിൽ അഹങ്കരിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ രണ്ടു പേർക്കൊരു പാസ്റ്റ് ഉണ്ട്. ഇനി അവരുടെ പ്രസൻറ്റ് എന്തായിരുന്നു? ഉദ്ധാരണത്തിന് ശേഷം നീ എന്നെ മറ്റാരെക്കാൾ അധികം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് എടുത്തുചാട്ടമില്ല, അയാൾക്ക് ഉത്തരങ്ങളില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞു, നിനക്കെല്ലാം അറിയാമല്ലോ, എൻ്റെ കുറവും എൻ്റെ ബലഹീനതയൊക്കെ അറിയാമല്ലോ. മറ്റേയാളാണെങ്കിലോ, അയാൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോയിരുന്ന സമയത്താണ് കുതിരപ്പുറത്തുനിന്ന് വീഴുന്നത്. ഈ വീഴ്ച അയാളുടെ ഉയർച്ചയ്ക്കാണ് കാരണമായത്. അങ്ങനെ അയാൾ ക്രിസ്തുവിനെ കണ്ടു, ക്രിസ്തുവിനോട് സംസാരിച്ചു. ജീവിതത്തിന് ഒരു യു ടേൺ ഉണ്ടായി. അങ്ങനെ ഷിമിയോനുണ്ടായ ഒരു യു ടേണിൽ അയാൾ പാറയായി മാറി, പത്രോസായി മാറി. സൗളുണ്ടായ ഒരു യു ടേണിൽ അയാൾ പൗലോസായി മാറി. പിന്നീട് എന്തായിരുന്നു ഫ്യൂച്ചർ? പത്രോസിൻ്റെ നിഴലെങ്കിലും കൊണ്ടാൽ മതിയെന്ന് പറഞ്ഞ് രോഗികളെയൊക്കെ വഴിയിൽ കിടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അയാൾ ജെറുസലേം ദേവാലയത്തിൽ കൈനീട്ടിയ മനുഷ്യരോട് പറഞ്ഞത്, എനിക്ക് തരാൻ സ്വർണ്ണമോ വെള്ളിയൊന്നുമില്ല, നസ്രായനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നടക്ക്. അയാൾ എഴുന്നേറ്റ് നടന്നു. ക്രിസ്തുവിന് വേണ്ടി അയാൾ മരിച്ചു, രക്തം ചിന്തി, സഭയുടെ തലവനായി. അതേ കണക്ക് പൗലോസ്, ക്രിസ്തുവിന് വേണ്ടി അയാൾ സംസാരിച്ചു, ഓടി നടന്ന് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു, ക്രിസ്തുവിനെ മറ്റെല്ലാവർക്കും കൊടുത്തു. അങ്ങനെ അദ്ദേഹവും രക്തസാക്ഷിയായി. ഒരു പാസ്റ്റ് അവർക്ക് രണ്ടുപേർക്കുണ്ടായിരുന്നു. പ്രസൻറ്റിൽ അവർക്ക് രണ്ടുപേർക്കുണ്ടായ യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. ആ പ്രസൻറ്റിൽ ഒരു യു ടേൺ ചെയ്ത് അവർ വളരെ മനോഹരമായ ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്തു. അതിലാണ് അവർ സഭയുടെ മഹാവിശുദ്ധന്മാരെ അറിയപ്പെട്ടത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അറിയോ? ആ സഭയിലാണ് നമ്മളും. അതുകൊണ്ട് നമുക്കൊരു പാസ്റ്റ് ഉണ്ട്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഒരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റിൽ നമ്മൾ അത്ര നല്ലവരൊന്നുമല്ല. നമുക്ക് മാത്രം അറിയാവുന്ന അഹങ്കാരത്തിൻ്റെയും അസൂയയുടെയും ദേഷ്യത്തിൻ്റെയും വാശിയുടെയും ഒക്കെ കുറവുകൾ നമുക്കുണ്ട്. ബന്ധങ്ങളിലുണ്ടായ വീഴ്ചകളുണ്ട്. പറഞ്ഞു തീർക്കാനറിയാത്ത 1000 കുറവുകളുണ്ട്. ഇനി എന്താണ് പ്രസൻറ്റ്? അതിപ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിതമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ പവിത്രമായ ജീവിതമാണ്. ഈ ജീവിതത്തിനിടയിൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരാളാണ് ക്രിസ്തു. ആ പ്രസൻറ്റിൽ ജീവിക്കുമ്പോൾ പിന്നീട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണെന്നറിയോ? ഒരു ഫ്യൂച്ചറാണ്. നമ്മളെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണണം, നമ്മളെ കേൾക്കുന്നവർക്ക് ക്രിസ്തുവിനെ കേൾക്കണം, നമ്മളെ തൊടുന്നവർ ക്രിസ്തുവിനെ തൊടുന്നൊരു തോന്നലുണ്ടാകണം. ഇങ്ങനെ ക്രിസ്തു ഈ ഭൂമിയിൽ വളരെ പ്രസൻ്റ് ആണെന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രസൻറ്റബിൾ ആയിരിക്കണം. അതാണ് ഈ തിരുനാളിൻ്റെ ഓർമ്മപ്പെടുത്തൽ. പാസ്റ്റിൽ ജീവിക്കേണ്ടവരല്ല, ഒരു മനോഹരമായ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടവരാണ് നമ്മൾ. അങ്ങനെ ഈ തിരുനാൾ ഏറ്റവും മോശമായൊരു പാസ്റ്റും യു ടേൺ അടിക്കുന്ന ഒരു പ്രസൻറ്റും വളരെ മനോഹരമായൊരു ഫ്യൂച്ചറും ക്രിയേറ്റ് ചെയ്ത രണ്ട് വിശുദ്ധരെ ഓർക്കുന്ന ദിവസമാണ്. നമുക്കിത് വലിയൊരു സാധ്യതയാണ്. ഈ സാധ്യതകൾ ജീവിതത്തിന് കാരണമായി തീരട്ടെ. തിരുനാളിൻ്റെ മംഗളാശംസകൾ.